ഫഹദിന്റെ 2014 ഇറങ്ങിയ ആദ്യ സിനിമ 1/2 ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ഗോഡ്സ് ഓൺ കൺട്രി ഒരു ആവറേജ് സിനിമയായിട്ട് ഒതുങ്ങി. അതിനുശേഷമാണ് അഞ്ജലി മേനോന്റെ ഡയറക്ഷനിൽ ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങുന്നത്. ഫഹദ് മാത്രമല്ല ദുൽഖർ സൽമാൻ, നിവിൻ പോളി, നസ്രിയ നാസിം, ഇഷ തൽവാർ എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിട്ട് പോലും ഇതിന്റെ സ്റ്റോറി ആയാലും ഡയറക്ഷൻ ആയാലും അത്രയും അടിപൊളിയായി. അങ്ങനെ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി. ഇതിനുശേഷം ഇറങ്ങിയ മണിരത്നം പക്ഷേ ഒരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. അതിനുശേഷമാണ് അമൽ നീരദിന്റെ ഡയറക്ഷനിൽ ഇയോബിന്റെ പുസ്തകം ഇറങ്ങുന്നത്. ഫഹദിന്റെ കരിയർ ഗ്രാഫ് തന്നെ ഉയർത്തിയ ഒരു സിനിമയായിരുന്നു ഇത്. ജയസൂര്യയുടെ കിടിലൻ വില്ലൻ വേഷവും പിന്നെ ഫഹദിന്റെ ആ ഒരു സ്വാഗും കൂടി ആയപ്പോൾ ഈ ഒരു സിനിമ വേറെ ലെവലായി മാറി. സാധാരണ ചരിത്ര സിനിമകളെ പോലെ ഒന്നും അല്ലായിരുന്നു ഇതിന്റെ ഒരു ടെംപ്ലേറ്റ്. അങ്ങനെ ഇതൊരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായി മാറി. ശേഷം 2015 ഇറങ്ങിയ എല്ലാ സിനിമകളും ഫ്ലോപ്പായിരുന്നു. മറിയമുക്കായാലും ഹരമായാലും പിന്നെ അയാൾ ഞാനല്ല, അങ്ങനെ 3 സിനിമകളാണ് അടുപ്പിച്ച് നേരത്തെ പൊട്ടിയത്. ഫഹദിന്റെ കരിയറിൽ ഇത്രയധികം ഫ്ലോപ്സ് ഉണ്ടായത് 2015 അതിനുശേഷം 2016 ഇറങ്ങിയ മൺസൂൺ മാംഗോസും വലിയൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. ഫഹദിന്റെ തിരിച്ചുവരവ് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങുന്നത്. ദിലീഷ് പോത്തന്റെ ഡെബ്യൂട്ട് ഡയറക്ഷനിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ ആദ്യമൊന്നും പ്രേക്ഷകർ വലിയ റെസ്പോണ്ടൊന്നും ചെയ്തില്ല. ബട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാവുകയും അങ്ങനെയാണ് പ്രേക്ഷകർ തിയേറ്ററിലോട്ട് വരാൻ തുടങ്ങിയത് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മഹേഷിന്റെ പ്രതികാരം ആ ഒരു ഇയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി മാറി.